കോഴിക്കോട് പേരാമ്പ്രയെ മുൾമുനയിൽ നിർത്തിയ ആന നാട്ടിലൂടെ പരിഭ്രാന്തി പരത്തി മോഴയാന. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനം വകുപ്പ്. മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദെ, പേരാമ്പ്ര നിവാസികൾക്ക് സമാധാനത്തോടെ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതിപ്പോ എന്താണ് തീരുമാനം? ഈ മോഴയാനയെ മയക്കുവെടി വെക്കാനെങ്ങാനും തീരുമാനമായിട്ടുണ്ടോ? നിലവിൽ ഈ ആന എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്? കൃത്യമായും അത് പേരാമ്പ്ര നഗരത്തിന് സമീപ പ്രദേശത്തുള്ള സ്ഥലങ്ങളിലൂടെ പല വഴികളിലായി ജനവാസ കേന്ദ്രങ്ങളിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആന. അതുകൊണ്ട് തന്നെ കൃത്യമായി അത് ലൊക്കേഷൻ നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. പല സമയങ്ങളിലായി പല സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് പുലർച്ചയോടുകൂടിയാണ് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ആളുകളൊക്കെയാണ് ഈ നാട്ടിലേക്ക് ഇറങ്ങിയ ഈ മോഴയാനയെ ആദ്യം കണ്ടത്. അത് പിന്നീട് ഈ ചാത്തോത്തുമല തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പന്തരിക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആദ്യം കണ്ടു. അത് പിന്നീട് ആദ്യം കണ്ട സ്ഥലത്തു നിന്നും ആന മറ്റൊരു സ്ഥലങ്ങളിലേക്ക് മാറി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. അവർ ജനങ്ങളോട് പുറത്തിറങ്ങരുത്, വൈകിട്ടോടുകൂടി ആന കാട്ടിലേക്ക് ഈ പെരുവണ്ണാമൊഴി ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും ഇറങ്ങിയ ആനയാണ്. അത് ആ വഴിക്ക് തിരിച്ചു പോകും എന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകി. പക്ഷെ പിന്നീട് ആന ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നതാണ് പിന്നീട് കണ്ടത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. മയക്കുവെടി വെക്കുന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. മനസ്സിലാക്കുന്നിടത്തോളം വയനാട്ടിൽ നിന്ന് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ എത്തി അതിനെ മയക്കുവെടി വെക്കാനൊക്കെ ഇനിയും സമയം എടുക്കുന്ന സാഹചര്യമുണ്ട്. അതിന് തീരുമാനമൊക്കെ എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ആശങ്ക ഉയർത്തുന്നൊരു സാഹചര്യമുണ്ട്. അതായത് നാട്ടുകാർ വയജക്കെതിരായി പല വഴികളിലേക്കും ഓടുന്നു. ആ വീടിന്റെ മുറ്റത്തേക്ക് ആന വരുന്നു. പറമ്പിലൂടെ കൃഷിയിടങ്ങളിലൂടെ പറമ്പിലൂടെയൊക്കെ ആന ഇങ്ങനെ കാട്ടാന ഇങ്ങനെ സഞ്ചരിക്കുന്ന സാഹചര്യം ആശങ്കപ്പെടുത്തുന്നതാണ്, ഭയമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ചിതറിയോടുന്ന സാഹചര്യം. ഒരു ഭാഗത്തു നിന്നും ആളുകൾ ഓടി ആന മറ്റൊരു ഭാഗത്തേക്കുമ്പോൾ അവിടെ നിന്നും ആളുകൾക്ക് ഓടേണ്ടി വരുന്ന സാഹചര്യം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശമാണ് ആ ഭാഗത്ത് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കണം എന്നൊരു നിർദ്ദേശമാണ് വനംവകുപ്പ് ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ ജനങ്ങൾ അത് ആ രീതിയിൽ പ്രാവർത്തികമാക്കുക അസാധ്യമാണ്. കാരണം ആന ഈ രീതിയിൽ ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായും ജനങ്ങൾ തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന്, ഈ സ്വന്തം പുരയിടത്തിലേക്കും ആളുകളുടെ വാസസ്ഥലത്തേക്കും ഒക്കെ വരുന്ന സമയത്ത് അവിടെ നിന്ന് ആളുകൾ ഓടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത് ആ രീതിയിൽ ഭയജക്കെതിരായി ഓടേണ്ടതില്ല, വീട്ടുകളിൽ സുരക്ഷിതമായി കഴിയണം എന്നൊരു നിർദ്ദേശമൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല. ആ രീതിയിൽ ഇപ്പോൾ അവിടെ ഒരു ആശങ്ക നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ആന ഇങ്ങനെ ഒരു കാട്ടാന ഇങ്ങനെ ജനവാസ മേഖലയിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു ആശ്വാസമുള്ളൊരു കാര്യം, ആ രീതിയിലുള്ള അക്രമ സ്വഭാവമുള്ള ആനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ രീതിയിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് സഞ്ചരിക്കുന്ന വഴിയിലൂടെയുള്ള ചില വിളനാശമൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ ആ രീതിയിലുള്ള വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആളുകൾക്ക് ആശങ്ക കുലരാണ്. പ്രത്യേകിച്ചും ജനങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ അകുലപ്പെട്ട് ഓടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമോ എന്നറിയുകയില്ല. ഏതായാലും ആനയെ നിയന്ത്രിക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കും. അല്ലെങ്കിൽ അത് വനത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. നിലവിൽ അതില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം.